ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 തന്നെയാണ്. അതിൽ പേജ് നമ്പർ 16 ആണ് കേട്ടോ. 16ാമത്തെ പേജിൽ ആനയും അണ്ണാറക്കണ്ണനും എന്നുള്ള കഥയാണ്. ഇതുവരെ നമ്മൾ കുറേ കവിതയും നാടൻ പാട്ടും ഒക്കെ അല്ലേ നോക്കിയിട്ടുള്ളത്. ഇനി ആനയും അണ്ണാറക്കണ്ണനും എന്നുള്ള ഒരു നല്ലൊരു കഥ പറഞ്ഞു തരാം കേട്ടോ. ആനയും അണ്ണാറക്കണ്ണനും. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു. അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി. ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി. അതുകണ്ട് അണ്ണാന് കൊതി മൂത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു. ഒരു ചക്ക കാണാനില്ലല്ലോ, അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ. ആന വിചാരിച്ചു, നീ എൻ്റെ ചക്ക തിന്നോ? തിന്നൂലോ, ചിൽ ചിൽ ചിൽ, ഞാനൊരു ചക്ക തിന്നൂലോ, അണ്ണാൻ പറഞ്ഞു. ആനക്കങ്ങോട്ട് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തിൽ. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തെച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്നു വീണതോ ഒരു വാഗപാത്രത്തിലും. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ്. അണ്ണാൻ ചെന്നു വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും. അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വാകയും തേച്ചു ചിൽ ചിൽ ചിൽ, താളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ, പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിൽ ചിൽ. ഇനിയിപ്പോൾ ഈ അണ്ണാൻ എന്താ ചെയ്യാന്ന് ആന ആലോചിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കഥയിൽ? അണ്ണാനും ആനയും കൂടെ ഓരോ പ്ലാവ് നട്ടു. പക്ഷേ ആന വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അണ്ണാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് തന്നെ അണ്ണാൻ്റെ പ്ലാവ് കരിഞ്ഞും പോയി. ആനയുടെ പ്ലാവ് വലുതായി നിറയെ ചക്ക ഉണ്ടായി. അങ്ങനെ അണ്ണാന് കൊതി മൂത്തിട്ട് ആനയുടെ പ്ലാവിൽ നിന്നൊരു ചക്ക തിന്നു. എങ്ങനെയാണ് തിന്നത്? ചോദിക്കാതെ അല്ല തിന്നത്. ചോദിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും അല്ലേ? അപ്പോൾ ആനക്ക് ദേഷ്യം വന്നപ്പോൾ ആദ്യം അണ്ണാനെ എടുത്തെറിഞ്ഞപ്പോൾ എണ്ണക്കുടത്ത് പോയി വീണു. പിന്നെയോ വാഗപാത്രത്തിൽ വീണു, പിന്നെ താളിപ്പാത്രത്തിൽ വീണു, പിന്നെ കുളത്തിൽ വീണു. വീണ്ടും എറിഞ്ഞപ്പോൾ പ്ലാവും കൊമ്പിൽ തന്നെ പോയി വീണു അല്ലേ? അപ്പോൾ അണ്ണാൻ എന്തായി? സുഖമായി, വീണ്ടും ചക്ക കഴിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ മക്കളെ? അടുത്തത് എന്താണ്? ഒളിച്ചുകളി. ഒളിപ്പിക്കാനും ഒളിപ്പിച്ച് വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കവിതയിലും ചില ഒളിപ്പിച്ച് വെക്കലുണ്ട്. ഒളിപ്പിച്ച് വെച്ചത് കണ്ടുപിടിക്കാൻ നല്ല രസമാണല്ലേ? ആരെക്കുറിച്ചാണ് ഈ കവിത? മക്കൾ കണ്ടെത്തണം കേട്ടോ. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ, കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ 4 ഭാഗവും, കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലീ, വെളുത്ത കണ്ണി വച്ചെഴും വിചിത്രരൂപനാരിവൻ. അപ്പോൾ കുമാരനാശാൻ്റെ പുഷ്പവാടി എന്നുള്ള ഒരു കവിതയിൽ നിന്നാണ്. അപ്പോൾ മക്കൾ കണ്ടെത്തുക കേട്ടോ. കവിത താളമിട്ട് ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിഘണ്ടു ഉണ്ടാവും. അതിൽ ഈ ഓരോ വാക്കുകളുടെയും അർത്ഥം കണ്ടെത്തുക. അടുത്തത് എന്താണ്? കടങ്കഥകളിൽ ഒളിപ്പിച്ച് വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ. പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട് അല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? അമ്പിളി മാമനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ചുള്ള ഒരു കവിതയാണ്. പ്രഭാവർമ്മയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ കവിതയുടെ പേരെന്താണ്? മാനത്തെ കാഴ്ചകൾ. നിങ്ങൾ രാത്രി ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ?
ഉണ്ട് അല്ലേ. അപ്പം ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മേഘങ്ങൾ ഇങ്ങനെ നീങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നില്ലേ. നമ്മൾ നടക്കുന്ന വഴിക്ക് തന്നെ ചന്ദ്രൻ നമ്മളെ പിന്നാലെ വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും അല്ലേ. നക്ഷത്രങ്ങളൊക്കെ നമ്മൾ എണ്ണി നോക്കാറില്ലേ. നല്ല ഭംഗിയാണ് അല്ലേ ആകാശത്തേക്ക് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ. നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല, നീരു ചേരാ കായലേതെന്നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം, നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കലാരൂപം ചന്ദ്രക്കലരൂപം, ദൂരക്കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല, ചൂടുകിട്ടാ തീക്കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ, കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. അപ്പം മാനത്തെ കാഴ്ചകളെ കുറിച്ചാണ് കവി ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല. നീലക്കായൽ എന്ന് പറയുന്നത് ആകാശത്താണ്. അവിടെ നീര് ഉദ്ദേശിക്കുന്നത് വെള്ളത്തെക്കുറിച്ചാണ്. അപ്പം വെള്ളമില്ലാത്ത ഈ കായൽ ഏതാണെന്ന് കുട്ടി ചോദിക്കുകയാണ്. അപ്പം നീരു ചേരാ കായലേതെന്ന് ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ, വെള്ളമില്ലാത്ത ഈ കായൽ ഏതാണെന്ന് ഇത്തിരി പൂവേ എന്ന് പറഞ്ഞിട്ട് ഒരു പൂവിനോടാണ് കുട്ടി ചോദിക്കുന്നത്. തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം, അതായത് നീര് മാത്രമല്ല തീരവുമില്ല എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ്? നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല. അതായത് ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. നീലക്കായൽ എന്ന് പറയുന്നത് ആകാശം. ആകാശത്ത് വഞ്ചി പോലെയല്ലേ ചന്ദ്രനുള്ളത്. അതിൽ ആളുമില്ല തുഴയില്ല. പിന്നെയോ, കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ, കാറ്റിലിങ്ങനെ ആടിക്കളിക്കുന്ന ഈ തോണി ഏതാണെന്ന് സിന്ദൂരപ്പൂവിനോട് ചോദിക്കുകയാണ്. വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രകലാരൂപം ചന്ദ്രകലാരൂപം. അപ്പോൾ പറയാണ് ആകാശത്തിലുള്ള ചന്ദ്രകലാരൂപമാണത്, പൊൻതോണിയല്ല എന്ന് കുട്ടിയോട് പറയാണ്. അടുത്തത്, ദൂരക്കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല. ദൂരക്കായലിൽ ആകാശത്ത് ഒഴുകി നടക്കുന്ന കനൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? നക്ഷത്രമാണ് അല്ലേ. അതിന് തീയുമില്ല പുകയുമില്ല. ചൂട് കിട്ടാത്ത ഈ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ. അപ്പം മന്ദാരപ്പൂവിനോട് ചോദിക്കുകയാണ്, ചൂട് കിട്ടാത്ത ഈ തീക്കനൽ ഏതാണെന്ന്. അപ്പം എന്താണ് പറയുന്നത്? കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണ നക്ഷത്രം, വിളക്ക് പോലെ ജ്വലിക്കുന്ന നക്ഷത്രമാണത് എന്നാണ് കുട്ടിയോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിൽ 3 കടങ്കഥ പോലെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് എന്താണ്? നീലക്കായലിൽ ഇളകുന്ന തിരയില്ല നീരില്ല തീരമില്ലാത്തത് എന്താണെന്നാണ്. അതേതാണ്? ആകാശം. അടുത്തതോ, നീലക്കായലിൽ ഇളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല. അതേതാന്ന് ചോദിച്ചിട്ടുള്ളത്? വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കല. അപ്പോൾ ചന്ദ്രനെ കുറിച്ചിട്ടുള്ള ഒരു കടങ്കഥയാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തത് എന്താണ്? ദൂരക്കായലിൽ ഒഴുകും കനലിന്, ദൂരക്കായലിലുള്ള കനലിന് തീയും പുകയും ഒന്നുമില്ല, ചൂട് കിട്ടാത്ത ആ തീക്കനൽ ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നക്ഷത്രമാണ്. അങ്ങനെ 3 കടങ്കഥകളാണ് ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്ത് തോന്നുന്നു? അപ്പം നമുക്ക് എന്തെഴുതാം? കായലും ആകാശവും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ബന്ധം? അവ രണ്ടിനും നീല കളറാണ്. രണ്ടിനും ഒരറ്റമില്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? പകുതിയുള്ള ചന്ദ്രന് തോണിയെപ്പോലെയാണല്ലേ ആകൃതിയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ തോണിയെ ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ്? മാനത്ത് തീയും പുകയുമില്ല ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ, നക്ഷത്രം. നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കഥ പറയാമോ? കഥയല്ല, കടങ്കഥ പറയാമോ? അപ്പം മിസ്സിന് അറിയുന്ന ഒന്ന് പറയാം. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം എന്താണ്? നക്ഷത്രം. അടുത്തത്, ടീച്ചർ ചില കടങ്കഥ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ, അവയുടെ ഉത്തരം കണ്ടെത്താനായോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കൾ ടീച്ചർക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കണം കേട്ടോ.
അടുത്ത ചോദ്യം എന്താണ്? മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ. കൂട്ടുകാരുമായി പങ്കിടൂ. അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. അപ്പോൾ അതൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ മക്കൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടായിട്ടിടാം. പാർട്ട് 3 ആയിട്ട് മിസ് ഇടാം കേട്ടോ.